കാട്ടാക്കട കണ്ടള കേരള അക്കാദമി ഓഫ് ഫാർമസി വിദ്യാർത്ഥികൾ നിയമ നടപടിയിലേക്ക്. സർട്ടിഫിക്കറ്റ് നൽകാത്തതിലാണ് നിയമ നടപടി സ്വീകരിക്കുന്നത്. സർട്ടിഫിക്കറ്റ് നൽകണമെന്നാവശ്യപ്പെട്ട വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നേരത്തെ അനിശ്ചിതകാല സമരം നടത്തിയിരുന്നു. കോഴ്സ് അവസാനിപ്പിച്ച് പിരിഞ്ഞു പോകുന്ന വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റുകൾ കോളേജ് മാനേജ്മെന്റ് അനധികൃതമായി പിടിച്ചുവച്ചിരിക്കുന്നു എന്നാണ് ആരോപണം. ഒന്നാം വർഷ വിദ്യാർത്ഥികളും രണ്ടാം വർഷ വിദ്യാർത്ഥികളുമാണ് അനിശ്ചിതകാല സമരം നടത്തിയിരുന്നത്. സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ കോളേജ് മാനേജ്മെന്റ് തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് വിദ്യാർത്ഥികൾ നിയമ നടപടി സ്വീകരിക്കുന്നത്. ഞങ്ങൾ എന്തായാലും ഇനി ലീഗലി പോവാൻ തീരുമാനിച്ചേക്കുക. അവരുടെ ഇരട്ടി പൈസ കൊടുത്ത് വാങ്ങേണ്ട ഇതില്ല. കാരണം ഞങ്ങൾ ഫുൾ ഫീസ് ഒരു വർഷത്തെ അടച്ചിട്ടുള്ളതാണ്. അപ്പൊ ആൾക്ക് ഇനിയും ഫീസ് വേണമെന്നാണ് പറയുന്നത്. മാനേജ്മെന്റ് ആള് സംസാരിക്കുന്നുമില്ല, നമ്മുടെ കോളേജിന്റെ അകത്തോട്ട് കയറ്റുന്നുമില്ല. കോഴ്സ് അവസാനിപ്പിച്ച് പിരിഞ്ഞു പോകുന്ന വിദ്യാർത്ഥികളാണ് കോളേജിനെതിരെ ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. മാസങ്ങൾക്ക് മുൻപ് കോളേജ് മാനേജ്മെന്റ് സർട്ടിഫിക്കറ്റ് നൽകാത്തതിനെ തുടർന്ന് കോളേജിൽ സംഘർഷമുണ്ടായിരുന്നു. തുടർന്ന് തഹസിൽദാർ ഇടപെട്ടാണ് കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് നൽകാൻ തീരുമാനമായത്. എന്നാൽ ഇതൊക്കെ കാറ്റിൽ പറത്തിയാണ് ഇപ്പോഴും സ്ഥാപനം പ്രവർത്തിക്കുന്നത്. പഠനം അവസാനിപ്പിച്ചു പോകുന്ന കുട്ടികൾക്ക് കഴിഞ്ഞ ദിവസം സർട്ടിഫിക്കറ്റ് നൽകാമെന്ന് പറഞ്ഞ് കുട്ടികളെ വിളിച്ചു വരുത്തിയിരുന്നു. എന്നാൽ പല കാരണങ്ങൾ പറഞ്ഞ് സർട്ടിഫിക്കറ്റ് നൽകാതെ ഗേറ്റിന് പുറത്താക്കുകയായിരുന്നു. പോലീസ് ഇടപെട്ടിട്ടും പ്രശ്നത്തിന് പരിഹാരമുണ്ടായില്ല. തുടർന്ന് വിദ്യാർത്ഥികൾ സമരം നടത്തുകയായിരുന്നു. മുഴുവൻ ഫീസ് അടച്ചാൽ മാത്രമേ സർട്ടിഫിക്കറ്റ് നൽകൂ എന്നാണ് മാനേജ്മെന്റിന്റെ നിലപാട്. ഈ വിഷയം നിയമസഭയിൽ ഉൾപ്പെടെ ഉയർന്നെങ്കിലും സർക്കാരും ഇതിനെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് ആക്ഷേപം. കുട്ടികൾക്ക് അടിസ്ഥാന സൗകര്യം നൽകാതെയാണ് കോളേജിന്റെ പ്രവർത്തനമെന്നും ആരോപണമുണ്ട്. പാഠഭാഗങ്ങൾ കൃത്യമായി പഠിപ്പിക്കുന്നില്ലെന്ന ആരോപണവും ഉയർന്നു വരുന്നുണ്ട്. താൽക്കാലികമായി നിർത്തിവെച്ച സമരം വീണ്ടും പുനരാരംഭിക്കാനാണ് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും തീരുമാനം. ജനം, തിരുവനന്തപുരം.